ഇതിൽ നമുക്ക് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട് പി ആൻഡ് ക്യൂ സാറ്റിസ്ഫൈങ് ദ റിലേഷൻ പി ഈസ് ലെസ് ദാൻ ക്യൂ ആൻഡ് ഓൾസോ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു കെ. ഈ രണ്ട് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട് പി ആൻഡ് ക്യൂ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ ദാറ്റ് ഡസ് നോട്ട് ഡിറ്റർമിൻ പി ആൻഡ് ക്യൂ യൂണിക്ലി? അതായത് നമുക്കിതിൽ ഒരു സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് അതിന് വെച്ചിട്ട് പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂ എന്താണെന്ന് നമുക്ക് ഒരൊറ്റ വാല്യൂ ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനത്തേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകും. അതിൽ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു കെ കിട്ടുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള വാല്യൂ വരുമ്പോൾ നമ്മൾ 1 എടുക്കണം, പിന്നെ 2 എടുക്കണം. സോ പി ലെസ് ദാൻ ക്യൂ ആയതുകൊണ്ട് പിന്നെ നമുക്ക് 1 എടുക്കാം. സോ 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ കെൻ്റെ. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും 1ഉം 2ഉം ആണ് പിയും ക്യൂ എന്നും പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡസ് നോട്ട് ഡിറ്റർമിൻ യൂണിക്ലി എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടുത്ത വാല്യൂ നോക്കാം. ഇനിയിപ്പോൾ കെ 4 ആണെങ്കിൽ, കെ ഈക്വൽ ടു 4 ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? കെ ഈക്വൽ ടു 4 വരണമെങ്കിൽ നമുക്ക് 1ഉം 3ഉം ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരു വാല്യൂസ് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ നമുക്ക് 1ഉം 3ഉം ആണ് പിയും ക്യൂ എന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് കെ ഈക്വൽ ടു 5 നോക്കാം. കെ ഈക്വൽ ടു 5 നോക്കുമ്പോൾ നമ്മൾ 2 എടുക്കുമ്പോൾ 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5 വരും. അതുപോലെ 2ന് പകരം 1 പ്ലസ് 4 ഈക്വൽ ടു 5 വരും. നമുക്കിവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് കിട്ടുന്നുണ്ട്. മൾട്ടിപ്പിൾ വാല്യൂസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന വാല്യൂ ആയിരിക്കും പി അല്ലെങ്കിൽ ഇന്ന വാല്യൂ ആയിരിക്കും ക്യൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ കെ ഈസ് ഈക്വൽ ടു 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ C5 ഈസ് അവർ കറക്റ്റ് ആൻസർ.